ഉള്ളവരായ 10 ഏക്കർ ഉണ്ടെങ്കിൽ 1 സെന്റ് അംഗൻവാടിക്ക് പോലും കൊടുക്കില്ല. എന്നാൽ ഇല്ലാത്തവർ കൊടുക്കും. അധികം ഉള്ളതാ കുഴപ്പം. സന്തോഷമല്ലേ? ഈ ഒരു നിമിഷം ഇങ്ങനെ വിചാരിച്ചതാണോ? കുറെ കാലത്ത് മുമ്പ് ഒരിക്കലും വിചാരിച്ചതല്ലേ? അതെ അതെ അതെ. ഞങ്ങള് നേരത്തെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, വന്ന് കണ്ടായിരുന്നു, വീട് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. ബാബുസുജിത്ത് എന്ന് പറയുന്ന നമ്മുടെ സുജിത്താണ് ഈ അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഒരു 50 രൂപ കൊണ്ട് തുടങ്ങിയ വീടാണ്. അത് ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്ത ബാബുസുജിത്തിനോടാണ് എനിക്ക് സന്തോഷമായല്ലോ. അമ്മയെ എന്നാലും മോൻ രക്ഷിച്ചു. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? അമ്മയെ കണ്ടുമുട്ടിയത് അമ്മ ഭക്ഷണം വീടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നോട്ടൂരാക്കി ആകാൻ തുടങ്ങിയപ്പം അങ്ങനെ മോനെ കണ്ടതാണ്. അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്ന അങ്ങനെ 50 രൂപയും കൊണ്ട് മോൻ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു വീട് വെച്ചുതരാം. വാക്ക് പാലിച്ചല്ലോ. എന്തായാലും സുജിത്തിനോട് കഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാരെ സഹകരിച്ചു. അവരോടെല്ലാം ഞാൻ ബാബു സുജിത്തിനോടൊപ്പം സഹകരിച്ച് ഇത് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. മുന്നിൽ ചെന്ന് കൈനീട്ടുകയും പാട്ടുപാടുകയും തെരുവോരങ്ങളിൽ പാട്ടുപാടുകയും ഒക്കെ ചെയ്താണ് ഇത്രയൊക്കെ ആക്കിക്കൊണ്ടുവന്നത്. അത്രയും ചെയ്യാനെടുത്ത ആ ഒരു മനസ്സ് അത് തീർച്ചയായിട്ടും വളരെ വലുതാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവും. വലിയ കലാകാരനൊന്നല്ല, ചെറിയൊരു കലാകാരനാണ്. ആ ഒരു കലാകാരനായതിൽ ദൈവാനുഗ്രഹം. അതുകൊണ്ടാണ് നന്മയുള്ള കലാകാരന്മാർ കൂടെ വന്നത്. അത് വലിയ ഭാഗ്യം. കലാകാരന്മാർക്ക് എന്ന് സ്നേഹവും നന്മയുണ്ടല്ലോ. അതുപോലെ തന്നെ കൂടെയുള്ള സുഹൃത്തുക്കളും നല്ല നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ എന്താ പറയുന്ന ഇത്രയും ജനങ്ങൾ സ്നേഹിച്ചതിന് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. നന്ദി. അമ്മയുടെ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സുജിത്ത് മാറനാട് വഴിയുള്ള ഒരു ബന്ധമാണ്. ഞങ്ങളാണ് അമ്മിണിയമ്മയ്ക്ക് വേണ്ടി ആദ്യമായി തെരുവിൽ കുറെ കലാകാരന്മാർ ചേർന്ന് സുജിത്തിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് ഈ ഒരു പാട്ട് പാടി ആദ്യത്തെ ഒരു സഹായം ഞങ്ങളാണ് ചെയ്തത്. ഇത് സമൂഹത്തിലോട്ട് എത്താൻ കാരണം സുജിത് മാറനാട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഫേമസ് ആവണം, പക്ഷെ അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നുമല്ല ആ കലാകാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ ചെയ്തത്. ഈ ഒരു വീട് താജ്മഹലിനെക്കാട്ടി വിലപിടിപ്പുള്ളതാണ്. ഞാൻ അമൃതാവസ്ഥയിൽ ഒരു വലിയ സർജറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വന്നത്. ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടുകൾ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ദൈവത്തിന്റെ അമ്പലത്തിന് മുമ്പിൽ കാണിക്കയിൽ 10,000 രൂപ ഇട്ടിട്ട് കാര്യമില്ല. ഇത്തരം സ്നേഹ വീടുകൾക്ക് സഹായിക്കുക, സ്നേഹപരമായി ഇത്തരം ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ വഴികാട്ടുക. അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നെല്ലാവരും ഓർത്താൽ നന്നായി. ഞാൻ ഒരാളെ മാത്രമല്ല, ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും, ഓരോ ആൾക്കാർക്കും, മാധ്യമപ്രവർത്തകരും, സുഹൃത്തുക്കളും, കലാകാരന്മാരും എല്ലാവർക്കും സ്നേഹം ഒരു വലിയ മനസ്സാണ്. കുൻകുന്നത്ത് നിന്ന് വന്നാണ് അങ്ങനെ ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിലും. ഞാൻ പറഞ്ഞില്ലയോ, സാധാരണക്കാരനായ എന്നോട് ഞാൻ ഒന്നുമല്ല, വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം നന്ദി പറയും. സാധാരണക്കാരന് എന്ത് കൂടുതൽ പറയാൻ പറ്റത്തില്ല. വേണ്ടാണ്ട് ഇവരെല്ലാവരും വേണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ ഇതിനകത്ത് വേണ്ടേ, ഇവരെല്ലാവരും ചേട്ടനും സാറായാലും ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ ഒരാളെന്നല്ല, എല്ലാവരും എന്നെ കൂടെ സ്നേഹിച്ച് എന്റെ കൂടെ നിന്ന്. വേറെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ആണ്ടയ്ക്കുന്നു ചേച്ചിയാണ്ട് മേഡം ഒരു വാക്ക് പറയാൻ തന്നെ ഇവരുടെ മെമ്പറാണ്, പ്രസിഡന്റാണ്, എല്ലാവരും. ബാബു സുജിത്ത് നമ്മുടെ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ബാബു സുജിത്തിന്റെ കൂടെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് നടന്നതെന്നും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെ പിന്നെ സഹായത്തോടുകൂടിയാണ് ഈ അമ്മിണിയമ്മയുടെ സ്വപ്നഭവനം പണി തീർക്കാൻ കഴിഞ്ഞെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എല്ലാവർക്കും അതുപോലെ തന്നെ ബാബു സുജിത്തിനും വെറും നന്ദി മാത്രമല്ല, 1000 നന്ദി. അമ്മയുടെ ഒരു സ്വപ്നം, ഏതൊരു മനുഷ്യനായാലും സ്വപ്നം എന്ന് വെച്ചാൽ അവന് ഒരു സ്വന്തമായ ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് എല്ലാ സഹോദരന്മാർക്കും എന്റെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും. ബാബു സുജിത്തിനെ ഒരിക്കൽ കൂടെ ഒരു സ്നേഹത്തോടെ എന്റെ സഹോദരനെ ഞാൻ അഭിനന്ദിക്കാം. രാവിലെ കൂടി ഒരു 6:30 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. പാലിയാച്ചിന്റെ അടുത്തൊരു സെറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അമ്മിണിയമ്മയുടെ എന്താ പറയാ ഒരു മക്കളാണ്. തുടർന്ന് അതിന്റെ കല്ലിടിയിൽ മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് കുറെ കലാകാരന്മാരാണ്. അവരുടെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ പുത്തൂരിൽ നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടു. കുറച്ച് സഹായം കിട്ടി. പിന്നെ നാട്ടിലെ എല്ലാവരും ഷേക്കാൻഡ് കൊടുക്കട്ടെ. ആരുമില്ലാത്തൊരു അമ്മയ്ക്ക് മകൻ എത്ര ആശ്രയമായി. അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്. അല്ല, ഇതുപോലെ മകൻ നാളെ നിങ്ങളെ നന്നായി നോക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പല മക്കൾക്ക് മാതൃകയാവേണ്ടതാണ്. എന്നാൽ ഈ അമ്മയെ സഹായിക്കാൻ മകൻ ഇറങ്ങിയപ്പോൾ അമ്മയും അച്ഛനൊക്കെ പിന്തുണ കൊടുത്തു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഭാഗ്യമുള്ളൊരു അമ്മയാണ്. കാരണം മറ്റുള്ളവരെ അമ്മ സന്തോഷമായല്ലോ. അമ്മയെ എന്നാലും മോൻ രക്ഷിച്ചു. അച്ഛനമ്മയെ നോക്കാൻ കഴിയണം, അതൊരു ഭാഗ്യമാണ്. നോക്കാൻ കഴിയാത്തവർക്ക് ജോലി തിരക്കൊക്കെയാണ്, വിദേശത്തെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടാകണം. നമ്മളെ ആരാ നോക്കിയത്? നമ്മൾ കുഞ്ഞിലെ നമ്മളെ നോക്കാൻ ഈ അച്ഛനും അമ്മ ഇല്ലായിരുന്നേ നമ്മളെ അവന്റെ പട്ടി അടിച്ചോണ്ട് പോകത്തില്ലായിരുന്നു. ഓട്ടിയിട്ടിരുന്ന പട്ടി അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ടല്ലേ
കൊതു കടിക്കാതെയും ഉറുമ്പ് കടിക്കാതെയും ഒക്കെ നമ്മളെ കൊണ്ടുപോയി. ഒരു കുഞ്ഞ് താനെ മനുഷ്യന് പശുവിന്റെ കുട്ടിക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ എണീച്ച് നടക്കാൻ പറ്റും. ആനക്കുട്ടിക്കും എണീച്ച് നടക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന്റെ കുട്ടിക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യന് ബാല്യത്തിലും വാർദ്ധക്യത്തിലും ഒരു സഹായം ആവശ്യമുണ്ട്. ഇല്ലേ അച്ചോ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? മനുഷ്യൻ ഏറ്റവും അത്യാവശ്യം മനുഷ്യനെ സംരക്ഷിക്കാൻ ബാല്യത്തിലും വാർദ്ധക്യത്തിലും ആളില്ലെങ്കിൽ നമ്മൾ പുഴുത്തു മരിക്കും. ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സുജ, ഒത്തിരി നന്ദി കേട്ടോ. ഈ നന്ദി ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അമ്മിണിയമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ നന്ദി പറയുന്നത്.